ടൈം മീഡിയയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി വീണ്ടും ഇസ്രായേൽ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. മാരകമായ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. അമേരിക്കൻ്റെ ബോംബുകളാണ് ഇസ്രായേൽ വർഷിച്ചിരിക്കുന്നത്. പീരങ്കികളും അതുപോലുള്ള മറ്റുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ഗാസയുടെ കടൽ തീരങ്ങളിൽ അണിനിരക്കുകയും ഭീകരമായ ഒരു യുദ്ധമാണ് ചെയ്തത്. എന്നിട്ട് അമേരിക്കൻ്റെ ജെറ്റ് വിമാനങ്ങൾ, ബോംബ് വർഷിക്കുന്ന വിമാനങ്ങൾ ഉറങ്ങിക്കിടന്ന നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുകളിൽ കൂടി ബോംബ് വർഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറയുന്നത് ഹമാസിൻ്റെ മുകളിലാണ് ചെയ്തതെന്ന്. ഹമാസിനെ കൊല്ലാൻ ചെയ്ത തന്ത്രമെന്നാണ് അവർ നേരത്തെ പറയുന്ന. അതായത് അവർക്ക് വംശഹത്യയാണ് അവർ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അത് നരകമാക്കുക, ഒരു മനുഷ്യൻ പോലും ഗാസയിൽ ഉണ്ടാവാതിരിക്കുക, ഇതൊക്കെയാണ്. പിന്നെ ട്രംപിൻ്റെ തന്തേര വകയാണ് ഗാസ. അതുകൊണ്ട് ട്രംപിന് ഗാസ വേണം എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ദുഷ്ടന് ഗാസ നേരത്തെ നോട്ടമുണ്ട്. മൊത്തവും അവന് അതല്ലാതെ വേണം, അവനത് തീരെഴുതി കൊടുക്കണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല. ഈജിപ്തും അതുപോലെ ബഹ്റൈനും ചേർന്ന് ഒരു യുദ്ധക്കരാറുണ്ടാക്കിയതാണ്, ബന്ദികളെ കൊടുക്കാമെന്ന്. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവർ പറഞ്ഞ സമയം വരെയൊക്കെ ആയി. പക്ഷേ എന്നാലും ഈ ഇസ്രായേൽ ഇതിനിടയിൽ കൂടി വെസ്റ്റ് ബാങ്കിലും പാലസ്തീനെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ അവരെ നിരപരാധികളെ വെടിവെക്കുകയും അങ്ങനെയൊക്കെയുള്ള അക്രമങ്ങൾ നിരന്തരം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും യുവമാർക്കത്, ഈ നശിച്ചവന്മാർക്ക്, ഈ യുദ്ധ കൊതിയന്മാർക്ക്, പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ള ഈ ദുഷ്ടന് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ യുദ്ധം ചെയ്തേ മതിയാവൂ. കാരണം അവൻ്റെ പേരിൽ ഒരുപാട് കേസ് കെട്ടുകൾ കിടക്കുകയാണ് കോടതികളിൽ, അവിടുത്തെ കോടതിയിൽ തന്നെ. അതിനൊക്കെ വിചാരണ നേരിടുന്നു. അപ്പോൾ അവന് പ്രധാനമന്ത്രിയായി ഇരിക്കണമെങ്കിൽ യുദ്ധം നടക്കുക തന്നെ വേണം. പിന്നെ അവിടെ കൊല്ലപ്പെട്ട അതുപോലെയുള്ള പട്ടാളക്കാർ, അപ്പോൾ അവരെയൊക്കെ ഓരോ കുടുംബക്കാർ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഗാസയ്ക്കകത്തുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു യുദ്ധ തീർത്തും ഒരു യുദ്ധത്തിൻ്റെ ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാരെല്ലാം തിരിച്ചു വരണ്ടേ. അപ്പോഴത്തേക്ക് ഒരുപാട് പേര് കാണാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ട് തന്നെയാണ് വീണ്ടും. എന്തായിരുന്നാലും ശരി തന്നെ, ഈ നരാധിപന്മാർ രണ്ടും നേരത്തെ ബൈഡൻ ഇരുന്നപ്പോഴത്തേക്ക് ബൈഡൻ ചോരക്കറകളുമായിട്ടാണ് ഇറങ്ങിപ്പോയത്. അവൻ്റെ ദേഹം മുഴുവനും അവൻ്റെ കൈകൾ മുഴുവനും ചോരയായിരുന്നു. അപ്പോൾ ഇനി ട്രംപ് അവൻ കുടിച്ചും കൊണ്ടായിരിക്കും പോകുന്നത്. കാരണം ഈ നിരപരാധികളായ കൊച്ചുങ്ങളെയും കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയൊക്കെ കൊന്നൊടുക്കുക എന്നുള്ളത് അതൊക്കെ യുദ്ധ കുറ്റമാണത്. അപ്പം ഈ നരഭോജികൾക്ക് എന്തും ചെയ്യാം എന്നാണ് അവന്മാർ വിചാരിക്കുന്നത്. എന്തായിരുന്നാലും ശരി തന്നെ, എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും യവന്മാരും ഒരു പേടിത്തൂറിയന്മാരാണ്. കാരണം യവന്മാർക്കൊരു ഇല്ലാത്തവന്മാരാണ്. അപ്പോൾ യവന്മാരെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മതി, ഒരു യുദ്ധത്തിന് വരികയില്ല. കാരണം അതിന് വേണ്ടിയാണ്. അപ്പം യവന്മാരും ഭിന്നമായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ യവന്മാർ വിചാരിക്കണം ഇന്ന് പാലസ്തീനെ അടിക്കും, നാളെ നമ്മളെ അടിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ യവന്മാർക്കുണ്ടാണ്. അതൊന്നും യവന്മാർക്കുമില്ല. അല്ലെങ്കിൽ യവന്മാർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ യുദ്ധം മാറിപ്പോകാന്നുള്ള ഒരു സമാധാന കരാർ എത്താന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പാലസ്തീന് അവരാ ഒരു രാജ്യം അവർക്ക് നൽകണം. അതാണ് എല്ലാ രാജ്യത്തിൻ്റെയും ആഗ്രഹങ്ങളും, എല്ലാ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അതാണ്. ഇസ്രായേലിൻ്റെ ഒരു ഇതായിട്ടിരിക്കട്ടെ, അതാണ് വേണ്ടത്. എന്തായിരുന്നാലും ഈ യുദ്ധം ഇനി ഇറാനെ കളത്തിലിളക്കാൻ വേണ്ടിയാണ് ഈ ട്രംപ് ഇപ്പോൾ ഈ കളിക്കുന്ന കളി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റഷ്യ കൂടെ ഉണ്ടാവും, പിന്നെ ചൈന ഉണ്ടാവും, കൊറിയ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വൻ ഒരു യുദ്ധമായി തന്നെ ഇത് മാറും. ഇതെല്ലാം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയ.